മതവും മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മതം മനുഷ്യ നന്മക്ക് എത്ര തന്നെ ഗുണം ചെയ്താലും ഇന്ത്യയെ പോലൊരു മതേതര രാജ്യത്ത് വിവിധ മതങ്ങൾ ഭരണരംഗത്ത് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചാൽ അത് കൂടുതൽ അപകടകരമാവുകയില്ലേ? ഭരണകൂടത്തിന്റെ മതനിരപേക്ഷ നിലപാടല്ലേ ഇന്ത്യക്ക് കൂടുതൽ അഭികാമ്യം? വളരെ പ്രസക്തമായി ഉയർന്നു വരേണ്ട ചോദ്യമാണ്. മതസഹിഷ്ണുതയുടെ ഭൂമിക മതേതരത്വമോ മതമോ? മതസഹിഷ്ണുതയുടെ ഭൂമിക, മതസഹിഷ്ണുത രൂപം കൊള്ളേണ്ട മതേതരത്വത്താണ് രൂപം കൊള്ളുന്നത് അതോ മതവിശ്വാസമാണ്? മതേതരത്വത്തിൽ നിന്നാണെങ്കിൽ പാശ്ചാത്യ മതേതരത്വം ഇന്ത്യയിൽ കടന്നു വരുന്നതിന് മുമ്പ് മതസഹിഷ്ണുത ഇല്ലായിരുന്നു എന്നല്ലേ പറയേണ്ടി വരിക? മഹാത്മാഗാന്ധി മതത്തിന്റെ വക്താവോ മതേതരത്വത്തിന്റെ വക്താവോ? എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും, പാശ്ചാത്യ മതേതരത്വത്തിന്റെ കഠിന എതിരാളിയായിരുന്നു മഹാത്മാഗാന്ധി. ആർക്കും അതിന് സംശയമുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ മതമുക്തമായ രാഷ്ട്രീയം മനുഷ്യനെ കൊല്ലുന്ന കെണിയാണ് എന്ന് ഗാന്ധി പറയാനുള്ള കാരണമാണ്. ഗാന്ധിജി മതത്തിന്റെ ശക്തനായ വക്താവായിരുന്നു. ആ മതത്തിന്റെ ശക്തനായ വക്താവായ ഗാന്ധിജിയെ പോലെ മതസഹിഷ്ണുത പുലർത്തിയ സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ട ഏതൊരു ആത്മീയ നേതാവാണ് ഇന്ത്യയിൽ? വിഭജനത്തെ ഏറ്റവും അവസാനം വരെ എതിർത്ത് മതവിശ്വാസിയായ സനാതന ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഗാന്ധി അതേസമയം മതം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും ക്ഷേത്രത്തിൽ പോയിട്ടായിട്ടാണ് സവർക്കറായിരുന്നു ഇന്ത്യയെ ദ്വിരാഷ്ട്രവാദത്തിന് തുടക്കം കുറിച്ചത്. ഖുർആൻ പരിഭാഷ പുറത്തിറക്കിയ ഖുർആൻ പണ്ഡിതനായ അബുൽ കലാം ആസാദ് വിഭജനത്തിനെതിരെ, ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ സംഘടനയായ ജമിയത്തുൽ ഹിന്ദ് വിഭജനത്തിനെതിരെ, ജമാഅത്തെ ഇസ്ലാം വിഭജനത്തിനെതിരെ, അതേസമയം വ്യക്തിജീവിതത്തിൽ പോലും മതം പാലിക്കണമെന്ന് നിർബന്ധമില്ലാതിരുന്ന ജില്ലയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് മുസ്ലിം പക്ഷത്ത് വിഭജനത്തിന് മറുഭാഗത്ത് സവർക്കറിന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മതമില്ലാത്ത അവസ്ഥയിൽ നിന്നല്ലേ ഈ രാജ്യത്തിലെ വിഭജനം പോലും ഉണ്ടായത്? സങ്കുചിതമായ സാമുദായികതയും ജാതീയതയുമല്ലേ വിഭജനത്തിലേക്ക് വഴിയൊരുക്കിയത്? മതമാണെങ്കിൽ ഗാന്ധിജിയല്ലേ മതത്തിന് വക്താവാൻ വേണ്ടിയത്? ആസാദല്ലേ വിഭജനത്തിന് വക്താവാൻ വേണ്ടിയത്? ഗാന്ധിജിയല്ലേ വിഭജനത്തിന് വക്താവാൻ വേണ്ടിയത്? അല്ലെങ്കിൽ ജമിയത്തുലമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വിഭജനത്തിന് വക്താക്കളാവാൻ വേണ്ടിയത്? ഇവരൊക്കെ വിഭജനത്തിൽ. ഇനി മതമൂല്യങ്ങൾ, ഇവിടെ മതവികാരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതും ഇടപെടൽ രാഷ്ട്രീയത്തിൽ പുതിയത് എന്ന് പറയുന്നവരൊക്കെ മതവികാരത്തെ ഉപയോഗപ്പെടുത്തും. എങ്ങനെ? സാമുദായിക വികാരത്തെ ഉപയോഗപ്പെടുത്തും. എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്? മുസ്ലിം ഭൂരിപക്ഷം നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ വരാൻ പോവാണ്. പാർലമെന്റ് ഒന്ന് പൊന്നാനി, ഒന്ന് മഞ്ചേരി. BJP-ക്കാർ ഒഴിച്ച് ബാക്കിയൊക്കെ നിർത്തും മുസ്ലിം സ്ഥാനാർത്ഥികളൊക്കെ. ഇടതുപക്ഷം നിർത്തും വലതുപക്ഷം നിർത്തും മുസ്ലിം സ്ഥാനാർത്ഥി. കാരണം 3 നിയോജകമണ്ഡലം നല്ല സാധ്യത. ഒന്ന് വയനാട്, മറ്റൊന്ന് പൊന്നാനി, മൂന്നാമത്തെ മലപ്പുറം. ആ 3 സ്ഥലങ്ങൾക്ക് അവർ മുസ്ലിം സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യത. അല്ലെങ്കിൽ 2 ഏതായാലും ഇങ്ങനെ സാധ്യത. ഈഴവ ഭൂരിപക്ഷം ഈഴവ സ്ഥാനാർത്ഥി, ക്രിസ്ത്യൻ ഭൂരിപക്ഷം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി. അപ്പൊ മതവികാരങ്ങളെയും സാമുദായിക വികാരത്തെയും ജാതീയ വികാരത്തെയും രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കും. എന്നിട്ട് അവർ പറയുന്നത് മതം ഇടപെടുക, അഥവാ മതമൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുക. കാരണം മതമൂല്യം ഇടപെട്ടാൽ പിന്നെ അഴിമതി പറ്റൂല, സ്വജനപക്ഷപാതം പറ്റൂല, കൈക്കൂലി പറ്റൂല, കള്ളത്തരം പറ്റൂല. ആ മതമൂല്യങ്ങൾ ഇടപെടുന്നതിനെതിരാണ് മതവികാരങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. അതായത് മതസഹിഷ്ണുത മതത്തിൽ നിന്നാണ് ഉണ്ടാവുക എന്ന് ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു. 2 കൗഞ്ച പക്ഷികൾ ഒന്നിച്ചിരിക്കുക, അതിൽ ഒന്നിന് അമ്പെഴുതി വീഴ്ച വേടെ നോക്കി മാനുഷാദ പ്രതിഷ്ഠാതമകമശീതം അവധി കമമോഹിതമെന്ന് പാടിയ വാൽമീകി മഹർഷിയാൽ പരിചയപ്പെടുത്തപ്പെട്ട ആധ്യാത്മികമായ ഇന്ത്യയുടെ സനാതന ധർമ്മത്തെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഹിംസയുടെ മാർഗം തുടരാൻ സാധ്യമല്ല, പരമതവിദ്വേഷത്തിന്റെ മാർഗം സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ മഹിതമായ ചരിത്ര പാരമ്പര്യത്തിൽ ശിബി ചക്രവർത്തിയുണ്ട്. സ്വന്തം പാപ്പിടിയിൽ നിന്ന് പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിലെ മാംസം അരിഞ്ഞിട്ട് കൊടുത്ത ശിബി ചക്രവർത്തി ഇന്ത്യയുടെ ഇതിഹാസ കഥാപാത്രത്തിലെ മധുരമായ അധ്യായമാണ്. ആ ശിബി ചക്രവർത്തിയുടെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഭരണാധികാരികൾ ഒരിക്കലും ഇതര മതസമൂഹത്തിന് എതിരാവുകയില്ല. ലോകത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഏറ്റവും സമാധാനപരമായ മാർഗത്തോടെ നേരിട്ട് മഹാത്മാഗാന്ധിയുടെ അഹിംസാ മാർഗമാണ്. ആ അഹിംസാ മാർഗത്തിന്റെ സ്രോതസ് മതേതരത്വമല്ല, മതവിരുദ്ധതയല്ല, മറിച്ച് അദ്ദേഹം പുലർത്തിയ സനാതന ധർമ്മബോധമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവകാശപ്പെടുന്നു, യഥാർത്ഥത്തിൽ തന്നെ മതത്തിൽ നിന്നാണ് മതസഹിഷ്ണുതയും സാമുദായികതയും മതസൗഹാർദ്ദവും ഉണ്ടാവുക, അതല്ലാതെ മതനിഷേധത്തിൽ നിന്നോ പാശ്ചാത്യൻ മതേതരത്വത്തിനോ അല്ല. ഇനി ഞാൻ ഒന്നുകൂടി അവകാശപ്പെടുത്തേ, ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതസഹിഷ്ണുതയും സാമുദായിക സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനം ശുദ്ധമായ മതവിശ്വാസം. ഈ രാജ്യത്ത് 10,000-കണക്കിന് വർഗീയലാപങ്ങളിലൂടെ 10,000-കണക്കിന് ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭീകര പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ആരാണ്
ആരാണ് തങ്ങളുടെ ഉത്തരവരെ കൊന്നതെന്ന് പറയാൻ അവകാശമുള്ള ആർക്കാണ്? ഈ രാജ്യത്ത് ക്രൂരമായി കൊല്ലപ്പെട്ട 10,000-കണക്കിന് സഹോദരന്മാരുടെ അമ്മമാരോട് നിങ്ങൾ ചോദിക്കൂ, എന്റെ മകനെ കൊന്നതാരാണ്, നിങ്ങളുടെ മകനെ കൊന്നതാണ്? ഞാൻ വളരെ അഭിമാനത്തോടുകൂടി അനൽപമായ വിനയത്തോടുകൂടി അവകാശപ്പെടുന്നു. ആ ഏത് ഹിമാചലം നടന്ന് നിങ്ങൾ ഈ രാജ്യത്തെ ക്രൂരമായി കൊല്ലപ്പെട്ട മുഴുവൻ അമ്മമാരെയും കണ്ട് നിങ്ങളുടെ കുട്ടിയെ കൊന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ അമ്മയും പറയുകയില്ല എന്റെ മകനെ കൊന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരാണെന്ന്. ഇതെന്റെ അവകാശവാദമാണ്. എന്റെ ഈശ്വര വിശ്വാസത്തിന്റെ, എന്റെ മന്നാം ദൈവത്വ വിശ്വാസത്തിന്റെ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ തിന്നബലത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സാക്ഷി നിർത്തിക്കൊള്ളുക എന്റെ അവകാശവാദമാണ്. ഈ രാജ്യത്തെ മക്കൾ നഷ്ടപ്പെട്ട 10,000-കണക്കിന് അമ്മമാരെ നിങ്ങൾ കണ്ടു ചോദിക്കൂ, നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നതാരാണ്? ഒരൊറ്റ അമ്മയും പറയില്ല എന്റെ കുഞ്ഞിനെ കൊന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. നിങ്ങൾ ഈ രാജ്യത്തുടനീളം സഞ്ചരിച്ച് ഈ രാജ്യത്തെ അനാഥരാക്കപ്പെട്ട കൊച്ചുകുട്ടികളോട് ചോദിക്കൂ, നിങ്ങളുടെ അച്ഛനെ കൊന്നതാരാണ്? ഒരൊറ്റ കുഞ്ഞും പറയില്ല എന്റെ അച്ഛനെ കൊന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. നിങ്ങൾ ഈ രാജ്യത്തെ നിത്യവൈദ്യത്തിന് നിതാന്ത വേദനയിലേക്ക് എറിയപ്പെട്ട് കണ്ണീരുമായി കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ട 10,000-കണക്കിന് സഹോദരനോട് ചോദിക്കൂ, നിങ്ങളുടെ ഭർത്താവിനെ കൊന്നതാരാണ്? ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാരനും ഒരൊറ്റാളും പറയുകയില്ല എന്റെ ഭർത്താവിനെ കൊന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണൂരിൽ പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്നൌവിൽ പോകാം, നിങ്ങൾക്ക് ഡൽഹിയിൽ പോകാം, നിങ്ങൾക്ക് മുംബൈയിൽ പോകാം. നിങ്ങൾ അന്വേഷിക്കൂ. ഇത് അവകാശപ്പെടാൻ ഞാൻ പറയുന്നു, എനിക്ക് സാധിക്കുന്നത് എന്റെ പ്രസ്ഥാനം ഇസ്ലാം എന്ന അടിത്തറയിൽ നിലകൊണ്ടതുകൊണ്ടാണ് ഈ അവകാശവാദം ഉന്നയിക്കാൻ എനിക്ക് കഴിയുന്നത്. ഈ അവകാശവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഈ രാജ്യത്തെ മതസംഘടനകൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കും എന്ത് സാധിക്കുമോ അത് ഈ രാജ്യത്ത് ഭീകരവാദം ഉണ്ടാവുകയില്ല, തീവ്രവാദം ഉണ്ടാവുകയില്ല, വർഗീയവാദം ഉണ്ടാവുകയില്ല. മതത്തിന്റെ ഭൂമികയിൽ നിന്നുണ്ടാവട്ടെ മതസഹിഷ്ണുത, സാമുദായിക സൗഹാർദ്ദം എന്നാണ് എനിക്ക് പറയാം.